പ്ലേറ്റ് ഇതാ. അയ്യോ മേഡം, എനിക്ക് വാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വേണ്ട, പ്ലേറ്റ് ഇതാ. ഞാൻ വായിൽ വെച്ച് തരാം. പാത്രത്തിൽ വലുതായിട്ട് വേണ്ട, ചെറുതായിട്ട്. ഓശയല്ലേ? ഞാൻ എന്താ ഉള്ള കുട്ടിയാണോ വാരിത്തരാൻ? ആ പ്ലേറ്റിംഗ് ഇതാ, ഞാൻ കഴിച്ചോളാം. എന്താ? ഏയ് ഒന്നുമില്ല, മേഡം കഴിച്ചല്ലോ, എനിക്കത് മതി. ഞാനിപ്പോ വരാവേ. സോറി അക്കുചേട്ടാ, തെറ്റ് പറ്റിപ്പോയി. ഞാനൊന്നും മറച്ചു വെക്കരുതായിരുന്നു. ബാലമാമനാ പറഞ്ഞത് അക്കുചേട്ടനോടൊന്നും പറയണ്ട, വിഷമാവുന്നൊക്കെ. ശ്രേയ ബാലമാമനെ കൊണ്ട് മാപ്പ് പറയിച്ചതുകൊണ്ടാ അക്കുചേട്ടൻ അവളുമായിട്ട് വഴക്കുണ്ടാക്കിയെന്നൊക്കെ എനിക്കറിയാം. ഞാനീ പറഞ്ഞതൊന്നും അക്കുചേട്ടൻ കേട്ടില്ലേ? ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞോ? എന്നൊന്ന് നോക്ക്, എന്തെങ്കിലും ഒന്ന് പറ. അക്കുചേട്ടന് എത്ര ദേഷ്യം വന്നാലും അത് എന്നോടൊന്ന് കാണിക്കേ. ശ്രേയ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ വന്നതാണെങ്കിലും നമ്മൾ അവൾക്ക് മാറ്റം ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറണം. അരവിന്ദേട്ടന്റെ നല്ലൊരു ഭാര്യയായിട്ട് ശ്രേയ മാറണം. ഇനി അങ്ങനെ വഴക്കുണ്ടാക്കില്ല അക്കുചേട്ടാ. ശ്രേയയിലും മാറ്റം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞത് വെറുതെ, ഒന്നും ഉണ്ടാവില്ല. ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ച എന്ത് ചെയ്യും? വീണ്ടും അച്ഛനോട് അവളുടെ കാലി വീണ് മാപ്പ് പറയാൻ പറയും. ശ്രേയ ഒരു പോയിസണാ, അത് നമ്മളിലേക്ക് എത്താതിരിക്കാൻ അവളെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. അവളുടെ വാശിയും തീരുമാനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കണം. നീ ചെയ്യുന്ന എല്ലാം മണ്ടത്തരാച്ചാരു. ഇനിയെങ്കിലും ഇതുപോലെയൊന്നും ചെയ്യരുത്. അതച്ഛനെ വല്ലാണ്ട് ബാധിക്കും. പക്ഷെ അച്ഛനത് സഹിക്കുമായിരിക്കും. എനിക്കത് പറ്റില്ല. എനിക്ക് മനസ്സിലായി അക്കുചേട്ടാ. ശ്രേയ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അരവിന്ദേട്ടന്റെ അവസ്ഥ കണ്ടുപോയതാ. പക്ഷെ അവള് ബാലമാമനെ അപമാനിച്ചു. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. തരേണ്ട, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നിനക്കെന്താ പരീക്ഷയാണോ? അല്ല. പിന്നെന്തിനാ കുത്തിയിരുന്ന് പഠിക്കുന്നേ? അല്ലാതെ ഞാൻ വല്യേട്ടനെ പോലെ ആവണമെന്നാണോ? നീ കഴിച്ചോടാ? ഓ ഇല്ല, കഴിക്കാം. മേഡം വരട്ടെ. ആ മോളെ കഴിക്കണ്ടേ? വേണ്ട. അല്ല മോളിത് അങ്ങോട്ട് പോവാ?